ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നതാ ഞാനൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെ ഒരു 11 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. കാരണം ഞാനിന്ന് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചതല്ല. പക്ഷേ ഇവിടെ ഒരു തെങ്ങ് മുറിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ഇളന്നിയൊക്കെ കിട്ടിയപ്പം, ഇളന്നി കരിക്ക് ഒക്കെ കിട്ടിയപ്പം അതിൻ്റെ ഫ്ലഷും വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു പുഡിങ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അതന്നെ പകുതി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് വിചാരിച്ചത് അങ്ങനെ വീഡിയോ എടുക്കുക, ഏതായാലും ചെയ്യല്ലേ. കുക്കിംഗ് വീഡിയോസൊന്നും ഞാൻ ചാനലിൽ ഇടാറില്ല, എന്നാലും ഉള്ളത് ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് ആ കരിക്കിൻ്റെ ഫ്രഷ് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 3-4 ഇളന്നി ഉണ്ട്. ആ ഒരു ഫുൾ ഫ്ലഷിലേക്ക് ആ വെള്ളം മൊത്തം ഒഴിക്കരുത് കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. അത് കുറച്ചൊരു തിക്കായിട്ട് വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ അത് നല്ല തിക്കായിട്ട് തന്നെ മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒരു പാക്കറ്റ് പാൽ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പാൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, പക്ഷെ അത് അങ്ങനെ കുറുക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വേറൊരു ബൗളിലേക്ക് 3 സ്പൂണ് കസ്റ്റാർഡ് പൗഡറും അതുപോലെ 3 സ്പൂണ് പാൽപ്പൊടിയും എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കുറച്ച് പാൽ അതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ മിക്സ് ചെയ്തിട്ട് അതും ആ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പാലിലേക്ക് അത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടെൻഡർ കോക്കനട്ടിൻ്റെ മിക്സും കൂടി അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഒഴിക്കുന്നതും മിക്സ് ചെയ്യുന്നതും വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ, അതാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഉള്ളത് കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. അതുവരെ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുറുക്കി തുടങ്ങിയാൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മധുരം കേട്ടോ. നമ്മുടെ ടെൻഡർ കോക്കനട്ട് എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അളവൊന്നും പറയാത്തത്. അങ്ങനെ ഒരു തിക്ക് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഒന്നുകൂടി ടൈറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാട്ടോ. അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി കസ്റ്റാർഡൊക്കെ ആയിട്ട് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇങ്ങനെ മക്കൾക്ക് ഒരു ഐസ്ക്രീം രൂപത്തിൽ ഐസ്ക്രീമല്ല, പുഡിങ് രൂപത്തിൽ കോരി കഴിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് തിക്കായിട്ട് ഞാനൊരു ട്രേയിലേക്ക് മാറ്റുകയാണ്. ഇത് പ്ലാസ്റ്റിക് ട്രേ ആണ്. കുറച്ചുകൂടി നന്നായിട്ട് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ട്രേയിലൊക്കെ സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ, ബദാം, പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെയും ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും ചിപ്സ്, പിന്നെ കുറച്ച് സാഫ്രോണും വെച്ചിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചധികം തന്നെ ഇടണം കേട്ടോ. കുറച്ചധികം ഇട്ടാലേ നമുക്ക് അത് കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഫ്രെയിമും ആൽബവും കുറച്ച് ദിവസമായി ചെയ്ത് വെച്ചിട്ട്, പെരുന്നാളിൻ്റെ മുന്നേ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇന്നാണ് അത് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം ഇന്നാണ് ഞാനത് പാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഫ്രെയിമൊക്കെ സെക്യൂർ ചെയ്ത് അത് പാക്ക് ചെയ്യാണ്. ഇനി പാക്കിംഗ് പേപ്പർ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. റാപ്പിംഗ് പേപ്പർ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ കുറേ ടൈപ്പ് നല്ല റാപ്പിംഗ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഗ്രാബ് ആൻഡ് ക്രാഫ്റ്റ് അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ കുറച്ച് മുന്നേ ഓർഡർ ചെയ്തതാണ്. ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഈ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എവിടുന്നാണ് ഏത് പേജിൽ നിന്നാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ബുക്ക് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വേറൊരു പേജ് എടുത്തിട്ട് നമ്മുടെ റിംഗ് ആൽബം പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുവെക്കണം. ഞാൻ കരിന്തിരുത്തിയിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ബാഗിൽ നിന്ന് മെറ്റീരിയൽസ് ഒന്നും എടുത്ത് പുറത്ത് വെച്ചിട്ടില്ല, ഒക്കെ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് മേലെ റൂമിൽ കൊണ്ടുപോയിട്ട്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഈ തെങ്ങിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ, തെങ്ങ് മുറിച്ചാൽ അതിൻ്റെ ആ ഒരു ഓലേൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇതിന് ഇവിടെ ഈ സാധനത്തിനും ഇവിടെ കരിമ്പ് എന്ന് തന്നെയാണ് പറയുക. ശരിക്കും അതിനെന്താ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു സാധനം ഉണ്ടായിരുന്നു, അതെടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാമൊക്കെ പറഞ്ഞത് നമുക്കൊന്ന് ബീച്ചിൽ പോവാം, ചാലിയം ബീച്ചിലേക്ക് വെറുതെ പോകാമെന്ന്. അങ്ങനെ മക്കളെയും കൂട്ടി ചാലിയം ബീച്ചിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ എന്തൊക്കെയോ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പോഴും ഒരുപാട് പാർക്കിൻ്റെ എന്തൊക്കെയോ വർക്കുകൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി കുറച്ച് നേരം ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.